ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 സംസ്ഥാനങ്ങളിൽ നടത്തുന്ന സന്ദർശനം ഇന്ന് ആരംഭിക്കും. 1,06,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. പ്രതിരോധ രംഗത്തെ തദ്ദേശീയവൽക്കരണം ലക്ഷ്യമിട്ടുള്ള ഡെഫ് കണക്ട് 2024 രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നടപ്പു വർഷത്തെ ഹജ്ജ് മാർഗനിർദ്ദേശങ്ങൾ ന്യൂനപക്ഷകാര്യമന്ത്രി സ്മൃതി ഇറാനി പുറത്തിറക്കി. SSLC പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കം. 4,27,105 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനം ഇന്നു മുതൽ ആരംഭിക്കും. 1,06,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്. തെലങ്കാന, തമിഴ്നാട്, ഒഡീഷ, പശ്ചിമബംഗാൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് പ്രധാനമന്ത്രി തെലങ്കാനയിലെത്തും. ഹൈദരാബാദ്, സംഗറെഡ്ഡി എന്നിവിടങ്ങളിൽ 62,800 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. തുടർന്ന് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് കേന്ദ്ര സർക്കാർ സംരംഭമായ ഭവനി ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കും. നാളെ രാവിലെ നടക്കുന്ന പരിപാടിയിൽ ഹൈദരാബാദിലെ സിവിൽ ഏവിയേഷൻ റിസർച്ച് ഓർഗനൈസേഷൻ കേന്ദ്രം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. തുടർന്ന് തെലങ്കാനയിലെ സംഗറെഡ്ഡിയിൽ 6,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. ഉച്ചകഴിഞ്ഞ് ഒഡീഷയിലെ ജാജ്പൂരിൽ 19,600 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. ബുധനാഴ്ച രാവിലെ കൊൽക്കത്തയിൽ 15,400 കോടി രൂപയുടെ കണക്ടിവിറ്റി പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. തുടർന്ന് ബീഹാറിലെ ബേട്ടിയിൽ ഏകദേശം 8,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കമിടും. പിന്നീട് മുസാഫർപൂർ മോത്തിഹാരി LPG പൈപ്പ് ലൈൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന ശ്രീ നരേന്ദ്രമോദി മോത്തിഹാരിയിൽ ഇന്ത്യൻ ഓയിലിന്റെ LPG ബോട്ട്ലിംഗ് പ്ലാന്റും സ്റ്റോറേജ് ടെർമിനലും രാജ്യത്തിന് സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വികസിത് ഭാരത് 2047ന്റെ പ്രവർത്തന രൂപരേഖയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിമാരുടെ യോഗം ചർച്ച ചെയ്തു. പുതിയ സർക്കാർ രൂപീകരിച്ച ശേഷം നടപ്പാക്കേണ്ട വിവിധ പദ്ധതികളെ സംബന്ധിച്ചും യോഗത്തിൽ ചർച്ച നടന്നു. അക്കാദമിക, വ്യവസായ സ്ഥാപനങ്ങൾ, പൌരപ്രമുഖർ, ശാസ്ത്ര സംഘടനകൾ എന്നിവരുമായുള്ള കൂടിയാലോചനകളും പദ്ധതികളുമാണ് ലക്ഷ്യമിടുന്നത്. സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യ വൈകുണ്ഠസ്വാമികളെ അദ്ദേഹത്തിന്റെ ജന്മവാർഷിക ദിനത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാവപ്പെട്ടവരെ ശാക്തീകരിക്കുന്ന, അനുകമ്പയും യോജിപ്പും നിറഞ്ഞ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള അദ്ദേഹത്തിന്റെ എണ്ണമറ്റ പരിശ്രമങ്ങളിൽ ജനങ്ങൾ അഭിമാനിക്കുന്നുണ്ടെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രതിരോധ രംഗത്തെ തദ്ദേശീയവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക എന്നത് ലക്ഷ്യമിട്ട് ഡെഫ് കണക്ട് 2024 ന്യൂഡൽഹിയിൽ ഇന്ന് ആരംഭിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. സായുധ സേനാ വിഭാഗം, പ്രതിരോധ വ്യവസായ പ്രമുഖർ, സ്റ്റാർട്ടപ്പുകൾ, അക്കാദമിക നയരൂപകർത്താക്കൾ എന്നിവർ പങ്കാളികളാകും. പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ മുൻനിര വ്യവസായങ്ങൾ നിന്നുള്ള നിക്ഷേപകരെ ആകർഷിക്കുന്നതും പരിപാടി ലക്ഷ്യമിടുന്നു. 2024 ഹജ്ജ് മാർഗനിർദ്ദേശങ്ങൾ ന്യൂനപക്ഷകാര്യമന്ത്രി സ്മൃതി ഇറാനി പ്രകാശനം ചെയ്തു. ജനങ്ങൾക്ക് സുഗമവും സൌകര്യപ്രദവുമായ ഹജ്ജ് തീർത്ഥാടനം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാരിലെ വിവിധ മന്ത്രാലയങ്ങൾ യോജിച്ച ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ചടങ്ങിൽ സംസാരിച്ച മന്ത്രി പറഞ്ഞു. ലേഡി വിത്ത് മെഹ്റം വിഭാഗത്തിന് കീഴിൽ കഴിഞ്ഞ വർഷം 4,000-ലധികം സ്ത്രീകൾ വിജയകരമായി ഹജ്ജിന് പോയതായി അവർ പറഞ്ഞു. ഈ വർഷം 5,000-ലേറെ സ്ത്രീകൾ LWM വിഭാഗത്തിൽ ഹജ്ജിന് അപേക്ഷിച്ചിട്ടുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. തീർത്ഥാടകർക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ആരോഗ്യ സൌകര്യങ്ങൾ കണ്ടെത്താൻ സുവിധ മൊബൈൽ ആപ്പ് സഹായിക്കുമെന്ന് സ്മൃതി ഇറാനി പറഞ്ഞു. ചരക്കു സേവന നികുതി വകുപ്പിലെ കേന്ദ്ര, സംസ്ഥാന എൻഫോഴ്സ്മെന്റ് മേധാവികളുടെ ദേശീയ സമ്മേളനം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും. റവന്യൂ വകുപ്പാണ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ഏകദിന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. GST വെട്ടിപ്പ്, വ്യാജ ഇൻവോയ്സ് എന്നിവയെ ചെറുക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. ഈ വർഷത്തെ SSLC പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കം. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് മേഖലകളിലെ 2,971 കേന്ദ്രങ്ങളിലായി 4,27,105 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. ഇതിൽ പകുതിയിലേറെയും ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളാണ്. ഈ മാസം 25 വരെയാണ് പരീക്ഷ. പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആശംസ നേർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. തിരുവനന്തപുരം പേട്ടയിൽ നാടോടി ദമ്പതികളുടെ 2 വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതി പിടിയിലായി. നാവായിക്കുളം സ്വദേശി കബീർ എന്ന ഹസൻകുട്ടിയെയാണ് കൊല്ലം ചിന്നക്കടയിൽ നിന്നും പോലീസ് പിടികൂടിയത്. പോക്സോ കേസ് പ്രതിയായ ഇയാളെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് തിരിച്ചറിഞ്ഞതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു പറഞ്ഞു. കഴിഞ്ഞ ജനുവരി 12-നാണ് ഇയാൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രിയായി. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗം നേതാവാണ് അദ്ദേഹം. ഷഹബാസ് ഷെരീഫ് 201 വോട്ടുകൾ നേടിയപ്പോൾ ഇമ്രാൻഖാന്റെ പിന്തുണയുള്ള PTI സ്ഥാനാർത്ഥി ഒമർ അയൂബ് ഖാന് 92 വോട്ടുകളാണ് ലഭിച്ചത്. ഗർഭഛിദ്രത്തിനുള്ള അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമാകാൻ ഫ്രാൻസ്. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വിളിച്ചു ചേർത്ത പ്രത്യേക സെഷനിൽ പാർലമെന്റ് അംഗങ്ങൾ നാളെ യോഗം ചേരും. പ്രമേയത്തിന് 5-3 ഭൂരിപക്ഷം വോട്ട് ചെയ്താൽ ഗർഭഛിദ്രം ചെയ്യാൻ സ്ത്രീകൾക്ക് ഉറപ്പു നൽകുന്ന രീതിയിൽ രാജ്യത്തിന്റെ 1958 ഭരണഘടന പരിഷ്കരിക്കപ്പെടും. എണ്ണ ഉൽപാദനത്തിൽ പ്രതിദിനം 2.2 ദശലക്ഷം ബാരലിന്റെ കുറവ് വരുത്താൻ സമ്മതിച്ച് ലോകത്തിലെ മുൻനിര എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OPEC+. ജൂൺ അവസാനം വരെ പ്രതിദിനം 1 ദശലക്ഷം ബാരൽ എന്ന നിരക്കിൽ സ്വമേധയാ വെട്ടിക്കുറയ്ക്കുമെന്ന് പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ ഒപ്പക്കിന്റെ നേതൃസ്ഥാനത്തുള്ള സൗദി അറേബ്യ പ്രഖ്യാപിച്ചു. പ്രതിദിനം എണ്ണ ഉൽപാദനം ഏകദേശം 9 ദശലക്ഷം ബാരലായി തുടരും. വിതരണം കുറച്ചുകൊണ്ട് എണ്ണവില സ്ഥിരപ്പെടുത്താനുള്ള ഗ്രൂപ്പിന്റെ സ്ഥിര സന്തുലിത നയത്തിന്റെ ഭാഗമാണ് ഈ നീക്കം. നവംബറിൽ പ്രതിദിനം 2.2 ദശലക്ഷം ബാരൽ എണ്ണ വെട്ടിക്കുറയ്ക്കുമെന്ന് OPEC+ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യൻ നാവികസേനയുടെ ആധുനീകരണത്തിന്റെ ഭാഗമായി MH-60R സീഹോക്ക് ഹെലികോപ്റ്ററുകൾ ബുധനാഴ്ച നാവികസേനയുടെ ഭാഗമാകും. കൊച്ചിയിലെ INS ഗരുഡയിലാണ് ഹെലികോപ്റ്ററുകൾ കമ്മീഷൻ ചെയ്യുന്നത്. അന്താരാഷ്ട്ര ഗീതാ മഹോത്സവത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി കൊളംബോയിൽ നടന്ന സദ്ഭാവന യാത്ര ശ്രദ്ധേയമായി. ഡ്രം ബീറ്റർമാർ, നർത്തകർ, ആനകൾ എന്നിവ ഉൾപ്പെടുന്ന വർണ്ണാഭമായ ഘോഷയാത്രയാണ് അരങ്ങേറിയത്. വ്യക്തിഗത സുരക്ഷയ്ക്കായി ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നവരുടെയും സുരക്ഷാ സേവനങ്ങൾ നൽകുന്നവരുടെയും ലൈസൻസ് പരിശോധിക്കാൻ മുംബൈ പോലീസ് എല്ലാ യൂണിറ്റുകളോടും ഉത്തരവിട്ടു. ബിൽഡർമാർ, രാഷ്ട്രീയക്കാർ തുടങ്ങിയവരെ സംരക്ഷിക്കാൻ നിയമിച്ച സെക്യൂരിറ്റി ഗാർഡുകളും വ്യക്തിഗത അംഗരക്ഷകരും പരിശോധനയിലാണെന്നും അവരുടെ ആയുധ ലൈസൻസ് പരിശോധിച്ചു വരികയാണെന്നും മുംബൈ സിറ്റി പോലീസ് ജോയിന്റ് കമ്മീഷണർ അറിയിച്ചു. ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഹമാസിന്റെ പ്രതിനിധി സംഘം കെയ്റോയിലെത്തി. ഇസ്രായേലിന്റെ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇസ്രായേൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ ഗസയിൽ വെടിനിർത്തൽ ഉറപ്പാക്കാൻ കഴിയുമെന്ന് ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ലക്ഷദ്വീപിലെ കിൽത്താൻ ദ്വീപിൽ നിന്നും കടമത്ത് ദ്വീപിലേക്ക് ആഴക്കടലിലൂടെ 38 കിലോമീറ്റർ ദീർഘദൂരം നീന്തി വിസ്മയം സൃഷ്ടിച്ച ദീർഘദൂര നീന്തൽ താരമായ ശ്യാമള ഗോലിയെ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ അനുമോദിച്ചു. ആഴക്കടലിലൂടെ ദുഷ്കരമായ 18 മണിക്കൂർ നീന്തിയാണ് 51 വയസ്സുകാരിയായ ഹൈദരാബാദ് സ്വദേശി ശ്യാമള ഗോലി ചരിത്രം സൃഷ്ടിച്ചത്. ഇറ്റലിയിലെ ബെസ്റ്റോ RCOയിൽ നടക്കുന്ന ലോക ബോക്സിംഗ് യോഗ്യതാ ടൂർണമെന്റിന്റെ ആദ്യ റൌണ്ടിൽ ഇന്ത്യൻ ബോക്സർമാർക്ക് കടുത്ത വെല്ലുവിളി. ലോക ചാമ്പ്യൻഷിപ്പ് വെങ്കല മെഡൽ ജേതാവ് ദീപക് ഭോറിയ 51 കിലോയിൽ അസർബൈജാന്റെ ഹുസൈനോവ് നിജാത്തിനോട് പരാജയപ്പെട്ടു. 92+ വിഭാഗത്തിൽ ഇന്ത്യയുടെ നരേന്ദർ ബെർവാൾ പുറത്തായി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. കേരളം നാളെ മിസോറാമിനെ നേരിടും. ഗ്രൂപ്പ് എയിൽ നിന്നും കേരളം, സർവീസസ്, ഗോവ, അസം എന്നീ ടീമുകളും ഗ്രൂപ്പ് ബിയിൽ നിന്നും മണിപ്പൂർ, മിസോറാം, ഡൽഹി, റെയിൽവേസ് എന്നീ ടീമുകളുമാണ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ഇടം നേടിയത്. സർവീസസും റെയിൽവേസും തമ്മിലാണ് ആദ്യ ക്വാർട്ടർ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 സംസ്ഥാനങ്ങളിൽ നടത്തുന്ന സന്ദർശനം ഇന്ന് ആരംഭിക്കും. 1,06,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. പ്രതിരോധ രംഗത്തെ തദ്ദേശീയവൽക്കരണം ലക്ഷ്യമിട്ടുള്ള ഡെഫ് കണക്ട് 2024 രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നടപ്പ് വർഷത്തെ ഹജ്ജ് മാർഗനിർദ്ദേശങ്ങൾ ന്യൂനപക്ഷകാര്യമന്ത്രി സ്മൃതി ഇറാനി പുറത്തിറക്കി. SSLC പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കം. 4,27,105 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.